Summer, autumn or fall season, then winter, spring. Oh, these are the 4 seasons. Winter on the way, when the winter season starts, what we do? We change the thermostat. എന്തിനാ ചേഞ്ച് ചെയ്യുന്നത്? ചൂടാണ്. വിന്റർ ആകുമ്പോൾ ചൂടാണ്, അല്ലെങ്കിൽ തണുത്ത് പനി പിടിക്കും. സമ്മർ ആകുമ്പോൾ again we change the thermostat to what? To cool. Change ചെയ്തു. So we change the lifestyle according to the seasons. According to the seasons, we change the lifestyle. Otherwise, it is harmful for health. So we have 4 seasons in the common year. In the same way, there are seasons in the liturgical year. Liturgical year തുടങ്ങുന്നത് എന്നാണ്? കൂദശീത്തോ ഞായറാഴ്ച. Sanctification of the church. Sunday of the sanctification. അതായത് ഒക്ടോബർ മാസത്തിലെ ലാസ്റ്റ് 30th or November first week. There begin the liturgical year. അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബർ വരെ, അടുത്ത ഒക്ടോബർ വരെ liturgical year. ഈ liturgical year we have 7 seasons. അതിൽ ഒരു സീസണാണ് ഇപ്പോൾ. ഏതാണ്? Lenten season. So we change our lifestyle in the common year. According to the seasons we change. In the same way, in the liturgical year, we change our lifestyle. അത് ചേഞ്ച് ചെയ്യൂ? ഉണ്ടോ? ചെയ്യാത്തവരുണ്ടോ? ഇല്ല. ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ? It is harmful. അത് ജീവനെ ബാധിക്കുന്ന വിഷയമാണ്. സമ്മറിലും വിന്ററിലും നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? മോനെ കോട്ടിട്ടുകൊണ്ട് പോകണം, തണുപ്പാ, പനി പിടിക്കും. അവൻ കോട്ടിടാതെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മൂക്ക് ചീറ്റി ഒക്കെ വരും എന്നുള്ളത് ഷുവറാ അല്ലേ? അത് സംഭവിക്കും. അതങ്ങനെ സംഭവിക്കും. അപ്പൊ സീസൺസ് ചേഞ്ച് ആകുന്നതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ that is harmful. So in the same way, we have to change the lifestyle according to the seasons, even for liturgical year. So we have Lent season now. Lent season ഒരു ലൈഫ്സ്റ്റൈലിന്റെ ചേഞ്ച് ഉണ്ട്. പ്രാർത്ഥന ഇന്നിപ്പോ നോമ്പിന്റെ പ്രാർത്ഥന അല്ലായിരുന്നു, സാധാരണ പ്രാർത്ഥനയാണ്. മൺഡേ ത്രൂ ഫ്രൈഡേ നമസ്കാരങ്ങൾ നോമ്പിൻ്റെതാണ്. പ്രമേയമൊക്കെ ചൊല്ലുമ്പോൾ കുമ്പിടും. ഉച്ചയ്ക്ക് noon പ്രയറിനോട് ചേർന്ന് there are 40 time prostrations, ക്രിയാലയം ചൊല്ലിക്കൊണ്ട് കുമ്പിടിയിലുണ്ട്. So that is the prayer we changed. That prayer we changed. Food എന്തായാലും ഉണ്ടാകത്തെ ശരിയാണോ? ആണോ മോളെ? ഫുഡ് ചേഞ്ച് ചെയ്യും. Everything we change. Praise, food, everything we change. Because the season is changed. We change lifestyle because the season is changed. Season change ആയി, അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ജീവന് ആപത്താണ്, നശിക്കും. അത് അസുഖം, ജീവന് അസുഖം വരും. ജീവൻ സംരക്ഷിക്കണമെങ്കിൽ, ജീവൻ അതിന് കരുത്തുണ്ടാകണമെങ്കിൽ സീസൺസിനെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. സീസൺസിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബോധവാന്മാരായിരിക്കും. വലിയ നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു നോമ്പുണ്ട്. അതേത് നോമ്പാ? 3 നോമ്പ്. നിനുവേ നോമ്പ് അല്ലേ? വലിയ നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നോമ്പാണ് നിനുവേ നോമ്പ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ജോനയുടെ കഥ അല്ലേ? That story we see in the Old Testament. But ബാക്കി നോമ്പെല്ലാം ന്യൂ ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററിയുടെയാണ്. ജോനയുടെ കഥ ഒരു വലിയ കഥയാണോ? വലിയൊരു സംഭവമാണോ?
In the Old Testament, there are lot of events, lot of historical events, more and more important, but that was not remembered. That is not remembered through a lent. അങ്ങനെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. എക്സോഡസ് ഇവന്റ്, ബുക്ക് ഓഫ് എക്സോഡസിൽ പറഞ്ഞിരിക്കുന്ന എക്സോഡസ് ഇവന്റ് ഇല്ലേ, അത് വലിയൊരു സംഭവമല്ലേ? Because of Exodus event, the people of God came into existence. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഭവമല്ലേ? ചങ്കടൽ കടന്നിരുന്ന് ആലോചിച്ച് നോക്കി, ഈ വലിയൊരു സംഭവമല്ലേ? അത് പക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഒരു നോമ്പായിട്ട് കൊണ്ടാടുന്നത് എന്തൊക്കെ സംഭവങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്, അതൊന്നും തന്നെ നമ്മൾ ഓർക്കുന്നതേ. ഈ 3 നോമ്പിന്റെ പ്രത്യേകത എന്താ? അത്രയും കൊണ്ട് ഒരു 3 നോമ്പ് നടത്താൻ, 3 നോമ്പ് വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കൊണ്ടാടേണ്ട കാര്യം എന്താ? രണ്ടും അനുതാപത്തിൻ്റെതാ അല്ലേ? അനുതാപത്തിൻ്റെതാ. In both the Lent, the main theme is repentance. അതാണ്, അത് ശരിയാണ്. പക്ഷെ അതിന് പിന്നെ വേറൊരു സംഗതികൾ. യേശു ക്രിസ്തു ഒരിക്കൽ യഹൂദയിലായിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഈവൻസ് ഒക്കെ നടന്ന 2 ജിയോഗ്രഫിക്കൽ സെറ്റിംഗ്സ് ആണ് ഗാലിലി ആൻഡ് ജൂഡയ. ഗാലിലി ഈസ് ഇൻ നോർത്ത് ആൻഡ് ജൂഡയ ഈസ് ഇൻ സൗത്ത്. ജൂഡയയുടെ ക്യാപിറ്റലാണ് ജെറുസലേം. ജെറുസലേം ക്യാപിറ്റലായിരിക്കുന്ന ജൂഡയ, then Galilee. When he was in Galilee, in Judea, in Galilee വെച്ചാണ് 5,000 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ച സംഭവം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഗാലിലിയാണ്. ഗലീല തടാകത്തിന്റെ കരയ്ക്കുള്ള സ്ഥലം, ബത്സയിദ ആ സ്ഥലത്തിലൊക്കെ. അപ്പൊ 5,000 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ച സംഭവം എല്ലാം കിടന്ന് അവിടെ വലിയൊരു ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കർത്താവ്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അമേരിക്കയിലെ പോലെ എല്ലാ ന്യൂസും പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. എങ്കിലും അത്യാവശ്യമൊക്കെ മനുഷ്യൻ പറഞ്ഞ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ 5,000 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചതിന്റെ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഗലീലയിലുള്ള ചില സ്ക്രൈബ്സും കുറെ ശാസ്ത്രിമാരെല്ലാം കൂടെ കർത്താവിന്റെ അടുത്തുള്ളൂ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ പറ്റി കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, നിന്റെ പ്രസംഗം ഞങ്ങൾ കേട്ടു, അത് വളരെ അതോറിറ്റിയോട് കൂടി നീ സംസാരിക്കും, വളരെ അതോറിറ്റിയോട് കൂടി നീ സംസാരിക്കുന്നത് പ്രസംഗമൊക്കെ. പക്ഷേ നീ ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നു ഭയങ്കര അതിശയങ്ങളൊക്കെ ചെയ്യുന്നു. 5,000 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചു, അതായത് എന്നൊക്കെ പറഞ്ഞ് കുറെ രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ അതിശയങ്ങളൊന്നും തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ആളുകൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഞങ്ങൾ. നീ അതിശയങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇല്ല. നീ പറയുന്നു നീ ദൈവപുത്രനാണെന്ന് നീ ക്ലെയിം ചെയ്യും. You yourself claim that you are the son of God and you are doing all these things and all these wonderful preachings. പക്ഷെ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നീ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ ഒരു അടയാളം ചെയ്യണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പാസേജ്? ദൈവപുത്രനാണെന്ന് നീ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അടയാളം ചെയ്യണം. You show some signs so that we understand that you are the son of God. You came down from heaven. നീ എന്തെങ്കിലും അടയാളം ചെയ്യുന്നുണ്ടോ? അപ്പൊ കർത്താവ് പറഞ്ഞു, ദോഷവും വ്യഭിചാരമുള്ള തലമുറ മോശം, എന്ത് മൂഢന്മാരാണ് നിങ്ങൾ അടയാളം അന്വേഷിക്കുന്നു. പക്ഷേ ജോലിയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല. ജോലിയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല. എന്താ ജോലിയുടെ അടയാളം? നിങ്ങള്